ഇപ്പോൾ ഉമേഷ് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, INS സൂറത്ത് രാവിലെ മുതൽ, അതായത് ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ ആ ഭാഗത്തേക്ക് പുറപ്പെട്ടതാണ്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് 7ഓളം കപ്പലുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിലവിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? കൂടുതൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട കപ്പലുകളൊക്കെ അയക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതോ ഇപ്പോഴുള്ള ദൗത്യം തന്നെ മതിയോ? ഭദ്ര പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള PRO അറിയിച്ചത് പ്രകാരം ഏറെ ദുഷ്കരമാണ്, ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം. കാരണം ഈ കപ്പലുള്ള കണ്ടെയ്നറുകളിൽ തീപിടുത്തം തുടരുകയാണ്, പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യത്തിലും വളരെ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. 18 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 കപ്പലുകൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം അവിടേക്ക് ഓടിയെത്തിയത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ നിർദ്ദേശപ്രകാരം ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന MV1 മാർവൽ എന്ന് പറയുന്ന ചരക്ക് കപ്പലാണ്. ആ കപ്പലിലാണ് ഈ 18 പേരെ, കടലിൽ ചാടിയ 18 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അവരാണ് അതിന് നേതൃത്വം നൽകിയത്. അതിനുശേഷം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നേവിയുടെ INS സൂറത്ത് എന്ന് പറയുന്ന നാവികസേനയുടെ കപ്പലും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ പങ്കാളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ ഇനി കോസ്റ്റ് ഗാർഡിൻ്റെ മറ്റ് കപ്പലുകൾ സജേത്, അർണവേഷ്, സമുദ്രപ്രഹരി, അഭിനവ്, രാജ്ദൂത്, ഒപ്പം C-144 എന്നിങ്ങനെയുള്ള കപ്പലുകളും ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകും. ഇതുകൂടാതെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ തന്നെ 2 ഡോണിയർ വിമാനങ്ങളും നിരീക്ഷണ പറക്കൽ അവിടെ നടത്തുന്നുമുണ്ട്. കാരണം ഈ 18 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും 4 പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ, തിരച്ചിൽ ഒക്കെ നടത്തി വരികയാണ് എന്നാണ് പ്രതിരോധ വകുപ്പിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ഈ ഇടയ്ക്കിടെ തീപിടുത്തവും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നത് ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇത് കെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു. പക്ഷേ തുടർച്ചയായി ഈ തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ, സ്ഥിതിഗതികൾ എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് പ്രതിരോധ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് അനുസരിച്ച് INS സൂറത്ത് കൂടി ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി എന്നുള്ളതാണ്. ഇനിയും 5 കപ്പലുകൾ ആ സ്ഥലത്തേക്ക് അധികം വൈകാതെ തന്നെ എത്തും. രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്യും. ശരി ഉമേഷ്.